ഹായ് ഓൾ. റെയിൽവേ എക്സാംസിന്റെ 2025-26 നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു. ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെ, അതുപോലെ തന്നെ ഏതൊക്കെ പഠിച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഏറ്റവും കൂടുതൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, Tier 1 ആണെങ്കിലും Tier 2 ആണെങ്കിലും നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇപ്രാവശ്യത്തെ ഗ്രാജുവേറ്റ് ലെവലായിരുന്നാലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലായിരുന്നാലും വന്ന സമയത്തുള്ള കട്ട് ഓഫും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. അതായത് ഇപ്പൊ നമുക്ക് ഒരു സദേണിൽ വരുന്ന ഒരു കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം മാക്സിമം ഒരു 83 വരെ വരുന്നുണ്ട്. അതായത് മിനിമം ഒരു 65 ടു മാക്സിമം ഒരു 83 വരെ വരുന്നുണ്ട് നമ്മുടെ RRB സദേണിൽ വരുന്ന RRBയുടെ കട്ട് ഓഫ്, ഗ്രാജുവേറ്റ് ലെവൽ കട്ട് ഓഫ്. അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഒരു 80 അടുപ്പിച്ച് നമുക്ക് കട്ട് ഓഫ് വരുന്നുണ്ട്. അപ്പം അത്രയും നന്നായിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്ക് അവിടെ എടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ 80 മാർക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ഈ 2025-26 പരീക്ഷയ്ക്ക് നിങ്ങൾ 85 സ്കോർ ചെയ്യാനുള്ള രീതിക്ക് വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു എക്സാം ഡേറ്റ് ഒക്കെ അടുക്കാറായിട്ട് പഠിക്കാനിരുന്നാൽ ഒരിക്കലും അത് തീരാൻ പോകുന്നില്ല. അപ്പം ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു, ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞു, ഇനി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. എക്സാം ഡേറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. നമുക്കൊരു നോക്കുകയാണെങ്കിൽ ഇപ്പൊ 2024 ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് എക്സാം ഡേറ്റ് വന്നത് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഈ ഒരു ടൈമിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. എന്നിട്ട് ഒരു ജൂൺ മാസത്തിലാണ് എക്സാം നടന്നത്. അപ്പം ജൂൺ മാസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ എക്സാം. അപ്പൊ ഇനി നമ്മുടെ എങ്ങനെയാണ് നമ്മൾ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ ആദ്യം നമുക്ക് 2 ടയർ എക്സാം ആണുള്ളത്, CBT 1ഉം CBT 2. CBT 1ലാണെങ്കിൽ ഇപ്പോൾ ബോത്ത് നമ്മുടെ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലാണ് പറയുന്നത്. രണ്ടിലും ഈ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. CBT 1 എക്സാമിന് നമുക്ക് വരുന്നത് മാത്സ്, റീസണിങ്, അവയർനെസ്. മാത്സ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, റീസണിങ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, അവയർനെസ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. അങ്ങനെ ടോട്ടൽ നമുക്ക് 100 ക്വസ്റ്റ്യൻ 100 മാർക്കിനാണ് വരുന്നത്. ഡ്യൂറേഷൻ 90 മിനിറ്റ് തന്നെയാണ്. ഇനി CBT 2ന്റെ കാര്യം പറഞ്ഞാലോ, അത് നമുക്ക് സെയിം പോലെയാണ്. വേറെ അഡീഷണൽ ആയിട്ട് വരുന്ന ടോപ്പിക്കോ സബ്ജക്റ്റോ കാര്യങ്ങളോ ഒന്നും അവിടെ വരുന്നില്ല. ഈ 3 സെക്ഷൻസ് തന്നെയാണ്. മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്. മാത്സ് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക്, റീസണിങ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്, അവയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 120 മാർക്ക്. അവിടെ നമുക്ക് ടൈം ഡ്യൂറേഷൻ വരുന്നത് 90 മിനിറ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ CBT 1 ചെയ്യേണ്ടത് 90 മിനിറ്റിൽ 100 ക്വസ്റ്റ്യനും, ഇവിടെ CBT 2 ചെയ്യുന്നത് 90 മിനിറ്റിൽ 120 മാർക്കിനാണ്. അതായത് 120 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരിക. 120 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ 90 മിനിറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ആക്യുറസി ഒക്കെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അവിടെ ഇംപ്രൂവ് ചെയ്ത് വരേണ്ടത്. അതുപോലെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇംപ്രൂവ് ചെയ്യേണ്ടത്. സെക്ഷൻസിൽ വേറെ മാറ്റമൊന്നുമില്ല, പഠിക്കുന്ന കാര്യം തന്നെ തുടർന്ന് പഠിച്ചുകൊണ്ടേ ഇരിക്കാം. ഇനി എന്താണ് പഠിക്കേണ്ടത്? ഇപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ലെവലാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും പഠിക്കേണ്ടത്? അതായത് ഒരു സെക്ഷനിൽ നിന്ന് എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, അപ്പം ഓരോ സെക്ഷൻ വൈസ് എത്ര ചോദ്യങ്ങൾ എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, അത് കറക്റ്റായിട്ടൊന്ന് നോട്ടീസ് ചെയ്തത് പഠിക്കാവുന്നതാണ്. ഇപ്പം ആപ്റ്റിറ്റ്യൂഡിന്റെ കേസ് പറയുകയാണെങ്കിൽ നോക്കിക്കേ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഒരു ചോദ്യമാണ് നമുക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള പരീക്ഷ കണക്കാണ് പറയുന്നത് ഒരു ചോദ്യം. ഇനി ഏരിയ ആൻഡ് വോളിയം, അതായത് നമ്മുടെ മെൻസുറേഷൻ 2D ആൻഡ് 3D, അത് 1 തൊട്ട് 2 ചോദ്യങ്ങൾ വരെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ ഫോർമുലാസ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ അത് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് SICI 2 to 3 ക്വസ്റ്റ്യൻസ് വരെ വരുന്നുണ്ട്. ഓരോ ഷിഫ്റ്റ് അനുസരിച്ചാണ്. ചിലപ്പോൾ ചില ഷിഫ്റ്റിൽ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ ചില ഷിഫ്റ്റിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവിടെ വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എലിമിനേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ 2 to 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ മെജോറിറ്റി എന്താണ് പഠിക്കേണ്ടതെന്ന് നോക്കുക. നെക്സ്റ്റ് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് 1 to 2 ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. ടൈം ആൻഡ് വർക്ക് ആണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ആണെങ്കിൽ 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ 1 to 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പെർസെൻറ്റേജ് 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആവറേജ് 3 to 4 ക്വസ്റ്റ്യൻസ് ആണ്. നമ്പേഴ്സ് ആണെങ്കിൽ 2 to 3 ക്വസ്റ്റ്യൻസ് ആണ്. HCF ആൻഡ് LCM 3 to 4 ക്വസ്റ്റ്യൻസ് ആണ്. സിംപ്ലിഫിക്കേഷൻ 2 to 3 ക്വസ്റ്റ്യൻസ് ആണ്. മിക്സർ ആൻഡ് എലിഗേഷൻ ആണെങ്കിൽ 1 to 2 ക്വസ്റ്റ്യൻസ് ആണ്. മെൻസുറേഷൻ 2 to 3 ആ സെയിം തന്നെയാണ്. ഏരിയ ആൻഡ് വോളിയം തന്നെയാണ്. 2 to 3 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ചാണ് അവിടെ വരിക നമുക്ക്. ഇനി ട്രിഗ്നോമെട്രി ആണെങ്കിൽ 2 to 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓൾജിബ്ര 0 to 1 ക്വസ്റ്റ്യൻ, ചിലപ്പോൾ
ചോദിച്ചില്ല എന്ന് വരും, ചിലപ്പോൾ അത് ചോദിക്കാം. ജോമെട്രി ആണെങ്കിൽ 1 to 2 ക്വസ്റ്റ്യൻസ്. അപ്പം ഇതിൽ ഏതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്? ഇപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററുകൾ നോക്കുക. ഏറ്റവും എളുപ്പമായിട്ട് നോക്കുമ്പോൾ സിംപ്ലിഫിക്കേഷൻ നമുക്ക് മസ്റ്റായിട്ടും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്പേഴ്സിലെ ചോദ്യങ്ങളെല്ലാം നമുക്ക് ഒരുവിധം തന്നെ ചെയ്ത് എടുക്കാവുന്നില്ല. അപ്പം നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്ററുകളാണ് സിംപ്ലിഫിക്കേഷൻ, നമ്പേഴ്സ്, അതുപോലെ HCF ആൻഡ് LCM, ആവറേജ്, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഇത്രയും എന്താണ് നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ്. അത്രയും മാർക്കുകൾ നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, അത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് വരുന്ന രീതിക്കുള്ള ചോദ്യങ്ങളെ ചോദിക്കാറുള്ളൂ. പിന്നെയാണ് നമുക്ക് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന അഡ്വാൻസ് ലെവലിൽ വരുന്ന അരിത്തമെറ്റിക് ആൻഡ് അഡ്വാൻസ് ലെവലിൽ വരുന്ന ചാപ്റ്ററുകൾ. അതിൽ നോക്കുമ്പോൾ ഇപ്പോൾ മിക്സർ ആൻഡ് അലിഗേഷൻ നമുക്ക് എടുക്കാവുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സിമ്പിളായിട്ട് വരുന്ന ചോദ്യം തന്നെയായിരിക്കും ചോദിക്കുക. ഇനി മെൻസുറേഷൻ, കുറച്ച് ഫോർമുലാസ് പഠിച്ചാൽ മതി. ഇപ്പം മെൻസുറേഷൻ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, കുറച്ചൊന്ന് നിങ്ങൾക്ക് പാടായിരിക്കാം, SICI പാടായിരിക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിക്കണം. മസ്റ്റായിട്ട് പഠിച്ച് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. എക്സാമിന് വരുമ്പോൾ 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ട്വിസ്റ്റ് ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ലീവ് ചെയ്താലും പ്രശ്നമല്ല, ബാക്കി 2 ക്വസ്റ്റ്യൻ കിട്ടുമല്ലോ. അപ്പോൾ അത് അങ്ങനെ തന്നെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ചാപ്റ്ററുകൾ വളരെ വ്യക്തമായിട്ട് നോക്കുക. ടൈം ആൻഡ് വർക്ക് നിങ്ങൾ പഠിച്ചിരിക്കണം. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് വളരെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. ട്രെയിൻസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഓൾജിബ്ര, എപ്പോഴും ഒരേ പാറ്റേൺ കീപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് ഓൾജിബ്ര എന്ന് പറയുന്നത്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രിഗ്നോമെട്രി വരുന്ന രീതിക്കുള്ളത്, ട്രിഗ്നോമെട്രിയും ഈ പറയുന്ന പോലെ തന്നെയാണ്, ഒരേ പാറ്റേണിൽ തന്നെയായിരിക്കും ഫോളോ ചെയ്യുക. അപ്പം അതൊന്ന് ഫോക്കസ് ചെയ്യുക, അതൊന്ന് നോക്കുക. അപ്പോൾ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ മാർക്ക് ചെയ്യുക. അതിൽ നിന്നുള്ളത് കറക്റ്റായിട്ട് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുക, ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് പിന്നെ ടഫസ്റ്റ് ആയിട്ട് വരുന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒത്തിരി ചെയ്ത് അത് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഡിവിഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊന്ന് അറിഞ്ഞിരിക്കാം. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പ്രിപ്പറേഷൻസ് എടുക്കാവുന്നതാണ്. ഇനി റീസണിങ്ങിന്റെ കാര്യം വരുമ്പോഴോ, റീസണിങ്ങിൽ നമുക്ക് ഇങ്ങനെയാണ് അവിടെ വരിക. അതായത് സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്നാണെങ്കിൽ 2 to 3 ക്വസ്റ്റ്യൻസ് ആ വരിക. സിലോജിസം 1 to 2 ക്വസ്റ്റ്യൻ, ബ്ലഡ് റിലേഷൻ 2 ക്വസ്റ്റ്യൻ, പസിൽസ് 1 to 2, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് 2 to 3, ആർഗ്യുമെന്റ്സ് അസംഷൻ 3 to 4, കോഡിംഗ് ഡീകോഡിംഗ് 2 to 3, ഡേറ്റ സഫിഷ്യൻസി 2 to 3, ഓർഡർ ആൻഡ് റാങ്കിങ് 0 to 1, ആൽഫ ന്യൂമറിക്സ് 1 to 2, അതുപോലെ ഡിറക്ഷൻസ് 1 to 2, ഓഡ് 1 ഔട്ട് 2 ക്വസ്റ്റ്യൻ, വെൻ ഡയഗ്രാം 1 to 2. ഇങ്ങനെയാണ് നമ്മുടെ റീസണിങ്ങിനകത്ത് വരുന്നത്. ഇതിൽ നിങ്ങൾ സീറ്റിംഗ് അറേഞ്ച്മെന്റും പസിൽസും നിങ്ങൾ കുറച്ചൊന്ന് ചെയ്യാനുണ്ടാവും. ബാക്കിയെല്ലാം എളുപ്പമുള്ള ചാപ്റ്ററുകൾ തന്നെയല്ലേ, ജസ്റ്റ് പഠിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം. എപ്പോഴും റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന റീസണിങ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണ് റീസണിങ്. ഒരിക്കലും ഇതിൽ നിങ്ങൾ മാർക്ക് കുറവ് മേടിക്കരുത്. ഇത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്യാം. ഇപ്പൊ ആൽഫ ന്യൂമറിക്സ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതുപോലെ കോഡിംഗ് ഡീകോഡിംഗ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ഡയറക്ഷൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. വെൻ ഡയഗ്രാം ചെയ്യാം, ഓഡ് 1 ഔട്ട് ചെയ്യാം, അതുപോലെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാം, ബ്ലഡ് റിലേഷൻ ചെയ്യാം, സിലോജിസം ചെയ്യാം. കുറച്ച് നിങ്ങൾക്കൊന്ന് വായിച്ച് മനസ്സിലാക്കി ചെയ്യാൻ സീറ്റിംഗും ബസ്സിലും മാത്രമേ ഉള്ളൂ. അത് വളരെ ചെറിയൊരു പാരഗ്രാഫ് വരുന്ന രീതിക്കുള്ള, പെട്ടെന്ന് കിട്ടുന്ന രീതിക്കുള്ളത് തന്നെയായിരിക്കും അവിടെ വരിക. അപ്പോൾ അത് നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഫസ്റ്റിലി കവർ ചെയ്ത് പോയി. സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പഠിക്കുമ്പോൾ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പസിൽസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഡെയിലി 1, 2, 3 ക്വസ്റ്റ്യൻസ് വീതം വെച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു പേടി നമുക്ക് അവിടെ മാറും. അപ്പം റീസണിങ് വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് മനസ്സിലാക്കി പോകാന്നുള്ള കാര്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഓക്കെ. ഇനി GAയുടെ കേസ് പറയുകയാണെങ്കിൽ ഡെയിലി നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കറക്റ്റായിട്ട് നോക്കി പോവേണ്ടതായിട്ടുള്ള കാര്യമാണ്. കാരണം GAയിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വരുന്ന കറണ്ട് അഫയേഴ്സ് എന്നാണ്. 11 to 12 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയർ എന്നാണ് വരുന്നത്. അപ്പോൾ ഡെയിലി നിങ്ങൾ ഇപ്പോൾ 1 ഇയർ, ഇപ്പോൾ 2025 നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2025 കറണ്ട് അഫയർ നിങ്ങൾ ഇപ്പോഴേ നോക്കി തുടങ്ങുക. ഓക്കെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നാഷണൽ ഇന്റർനാഷണൽ ഇവന്റ്സ് കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. അതുപോലെ PYQs നോക്കുക. ഗ്രാജുവേറ്റിന്റെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ PYQs നോക്കി അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് അതനുസരിച്ച് കറണ്ട് അഫയർ നിങ്ങൾക്ക് സോർട്ട് ചെയ്യാം. ഇനി ഹിസ്റ്ററി നമ്മൾ സാധാരണ നമ്മുടെ ഇപ്പോൾ PSC ലെവലിൽ നിങ്ങൾ പഠിക്കുന്ന കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ SSC ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ എന്താണ്
ഈ പറയുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, കെമിസ്ട്രി, ബയോളജി ഒക്കെ അവർ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ആദ്യമായിട്ടൊക്കെ തുടങ്ങുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിയുടെ ഏൻഷ്യൻ ഹിസ്റ്ററി, മിഡീവൽ, മോഡേൺ, അങ്ങനെ വരുന്ന ഓരോ സെക്ഷനും നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പം അത് നോക്കണം, അത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക. ഹിസ്റ്ററി 5 to 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജോഗ്രഫി 5 to 6 ക്വസ്റ്റ്യൻ ചോദിക്കും, കെമിസ്ട്രി 1 to 2, ബയോളജി 3 to 4, ഫിസിക്സ് 2 to 3, കമ്പ്യൂട്ടർ 4 to 5, പൊളിറ്റി 1 to 2, സ്റ്റാറ്റിക് GK 8 to 9. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് കറണ്ട് അഫെയർ, സ്റ്റാറ്റിക് GK ഏറ്റവും മാർക്ക് സ്കോറിങ് വരുന്നതാണ്. ബാക്കിയുള്ളത് പഠിക്കേണ്ട എന്നല്ല, ബാക്കിയുള്ളത് പഠിക്കണം. അപ്പോൾ നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ നോക്കി പോകേണ്ട ഒരു ഏരിയ ആണ് GA. നമുക്ക് രണ്ടിലും, ഒന്നിലും 40 ക്വസ്റ്റ്യനും ഒന്നിൽ 50 ക്വസ്റ്റ്യനും ആണ്. അപ്പോൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് GA പഠിച്ചെടുക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് പ്രിപ്പറേഷൻ വരുന്ന സമയത്ത് നമുക്കിപ്പോൾ ടോപ്പിക് വൈസ് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ റെയിൽവേയുടെ തന്നെ എന്താണ് നോട്ടിഫിക്കേഷൻ, NTPC നോട്ടിഫിക്കേഷൻ വന്നു. ഇനി നമുക്കൊരു ജൂൺ മാസത്തിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം, ടോപ്പിക് വൈസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ടോപ്പിക് വൈസ് കോൺസെപ്റ്റും കാര്യങ്ങളും ക്ലിയർ ചെയ്യുക ഓരോ ചാപ്റ്റർ ആയിട്ട്. ഇന്ന് നിങ്ങൾ മാത്സിൻ്റെ ഒരു ചാപ്റ്റർ എടുത്തു, റീസണിങ് ഒരു ചാപ്റ്റർ എടുത്തു, GAയുടെ ഹിസ്റ്ററിയുടെ ഒരു ചാപ്റ്റർ എടുത്തു, അത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു പോവാം. അടുത്ത ദിവസം ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുന്നത്, നിങ്ങൾക്ക് 2 ചാപ്റ്റർ വേണമെങ്കിലും ക്ലിയർ ചെയ്യാം. ഇപ്പോൾ റീസണിങ്ങിൻ്റെ 2 or 3 ടോപ്പിക്കൊക്കെ ഒരു ദിവസം നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്നത്. ചിലപ്പോൾ മാത്സിൻ്റെ ഒക്കെ ഒരു ചാപ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം നെക്സ്റ്റ് ഡേ വരുന്ന സമയത്ത് അങ്ങനെ ഓരോ ഡേയും നിങ്ങൾക്ക് ടോപ്പിക് വൈസ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുക്കാം. നെക്സ്റ്റ് നിങ്ങൾ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം കറണ്ട് അഫെയർ ഒക്കെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ട്സുകൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, സോർട്ട് ചെയ്ത് അത് കറക്റ്റായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് റഷിലേക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ അപ്പം കിട്ടും. ഇനി ക്വിസസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഇപ്പം ഡെയിലി ക്വിസ് ആയിരുന്നാലും, സെഷണൽ ആയിരുന്നാലും, അതുപോലെ വീക്ക്ലി ക്വിസുകളായിരുന്നാലും, മോക്ക് ടെസ്റ്റുകളായിരുന്നാലും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ മോക്ക് ടെസ്റ്റ്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ നമുക്ക് എക്സാമിന് 1 മാസം മുന്നേ അല്ലെങ്കിൽ 1.5 മാസം മുന്നേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇനി ഇതെല്ലാം നമുക്ക് ഈ പറയുന്ന എന്താണ് കുറേ എടുത്ത് നമ്മൾ സെർച്ച് ചെയ്ത് എടുത്ത് പഠിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് വളരെ നഷ്ടമാണ്. അപ്പം എന്ത് ചെയ്യുക, ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് എൻട്രിയുടെ തന്നെ NTPCയുടെ തന്നെ നമുക്ക് സൂപ്പർ 30 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാച്ചിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് കിട്ടുന്നുണ്ട്. ഡെയിലി നിങ്ങൾക്ക് പഠിച്ചു പോകാനുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും കിട്ടുന്നുണ്ട്. ഡെയിലി ക്വിസസും കാര്യങ്ങളും നിങ്ങൾക്ക് സെറ്റായിട്ട് കിട്ടും. അതുപോലെ സെഷണൽ വൈസ് ടെസ്റ്റുകൾ കിട്ടും, മോക്ക് ടെസ്റ്റുകൾ കിട്ടും. അതുപോലെ തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ട്, നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് മെന്റർഷിപ്പ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതായത് റെയിൽവേ എന്ന് പറയുന്ന ആ ഒരു ജോബ് അത്രയും തന്നെ നമുക്ക് ഇപ്പോൾ സാലറി വൈസ് നോക്കുകയാണെങ്കിലും അത്രയും തന്നെ നമ്മുടെ ഒരു റെപ്യൂട്ടേഷൻ വൈസ് നോക്കുകയാണെങ്കിലും ഏറ്റവും നല്ല ജോബുകൾ തന്നെയാണ് ഗ്രാജുവേറ്റ് ലെവൽ ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് നന്നായിട്ട് പഠിച്ച് കയറാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റ് തന്നെയാണ് റെയിൽവേയുടെ പോസ്റ്റ്. അപ്പോൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനി ബാച്ചിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇതിൽ നമ്മുടെ ബാച്ച് ഡീറ്റെയിൽസും ബാച്ചിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ എക്സാം എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിളിച്ച് എൻക്വയറി നടത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടും വരുന്നത്. സിലബസ് അറിയാം, സിലബസിൽ ഓരോരോ ടോപ്പിക്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ ഡിവിഷൻസും കാര്യങ്ങളൊക്കെ അറിയാം. അതിനനുസരിച്ചിട്ട് പഠിച്ചു പോവുക. ഇത് അതായത് എക്സാം ടൈം പഠിക്കേണ്ടതല്ല, ഇപ്പോഴേ പഠിച്ചു പോവേണ്ട കാര്യമാണ്. 85+ നമ്മൾ സ്കോർ ചെയ്യുന്ന ടാർഗറ്റ് വെക്കുക, അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വരുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കാണുക, അത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ ബാച്ചിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.